ഹായ് everyone, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളിലോട്ട് 1 കപ്പ് ആട്ട എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടി കുറച്ച് കുഴയ്ക്കണം. ഇപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചീവി എടുക്കാം. ശർക്കര ഇവിടെ ചീവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ ഒരു പാൻ വെക്കും. പാൻ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീവി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി അതിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി അതിട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് അരച്ചെടുക്കണം. ഇത് നല്ലോണം ഇങ്ങനെ പറ്റിച്ചെടുക്കാം. ഇത് നല്ല ഡ്രൈ ആയിട്ടെടുക്കണം. ഇതിൻ്റെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 3 ഏലക്കയും പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ബോളാക്കാം. ചെറിയ ബോളാക്കി എടുക്കുക. നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. കനം കുറച്ച് എടുക്കാം. ഇനി ഇതിലൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൂട്ടില്ല അത് 1 സ്പൂണ് ഫില്ല് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനിയും എക്സ്ട്രാസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്ത് കളയുക. കണ്ടില്ലേ, നല്ല ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം. ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. സ്റ്റീമിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇവിടെ ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയിട്ടും ഉണ്ടാക്കാം. ഒരു പാടയ്ക്കകത്ത് കണ്ടില്ല, എനിക്ക് 6 ബോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഒരു തട്ട് വെക്കുക. ഇനി നമ്മൾ കൊഴുക്കട്ട ഓരോന്നായിട്ട് ഉരുട്ടി വെച്ചേക്കുന്ന ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ല, നല്ലോണം കുക്കായിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.